മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷ ഡൽഹി റൌസ് അവന്യൂ കോടതി വിധി പറയാൻ മാറ്റി. അപേക്ഷയിൽ തിങ്കളാഴ്ച വിധി പറയും. അച്യുതൻ നൽകും വിവരങ്ങൾ. അച്യുതൻ, നേരത്തെ AAPയുടെ സഞ്ജയ് സിംഗിന് ഈ സമാനമായ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. കെ കവിതയും അത്തരത്തിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ടോ? ഇന്ന് എങ്ങനെയായിരുന്നു വാദങ്ങൾ? ഗോകുൽ, മകന്റെ പരീക്ഷ ചൂണ്ടിക്കാട്ടിയാണ് ഈ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന കവിത ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നൊരു ആവശ്യം അത് വിചാരണ കോടതിയെ അറിയിക്കുന്നത്. അതിൽ നിന്ന് വാദമായിരുന്നു നടന്നത്. ഇതിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായത്. കവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി ഉന്നയിച്ചത് മകന് പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു അമ്മ എന്ന രീതിയിൽ ഈ സ്ത്രീയെ പരിഗണിക്കണം. കാരണം നേരിട്ടുള്ള പിന്തുണ ഒരു മകൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അഭിഷേക് സിംഗ്വി മുന്നോട്ട് വെച്ചത്. എന്നാൽ ED ഇതിനെ ശക്തമായി എതിർത്തു. കാരണം കവിത ഈ തെളിവുകൾ നശിപ്പിച്ചിരുന്നു. സമൻസ് അയച്ച ദിവസമായിരുന്നു ഫോണിലെ തെളിവുകളടക്കം നശിപ്പിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കുവാൻ കെൽപ്പുള്ളയാളാണ് കവിതയെന്നും ED കോടതിയെ അറിയിച്ചു. മാത്രമല്ല, ഈ അന്വേഷണം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കവിതയ്ക്ക് ഇടക്കാല ജാമ്യം നൽകുന്നത് അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കൂടി ED പറയുകയുണ്ടായി. എന്തായാലും ആ വാദങ്ങൾ ഇന്ന് പൂർണ്ണമായിട്ടുണ്ട്. ആ വാദങ്ങൾ പൂർണ്ണമായതിനു ശേഷമാണ് ജഡ്ജി കാവേരി ബവേജ് ഇതിൽ വിധി പറയാനായി മാറ്റിയത്. തിങ്കളാഴ്ചയായിരിക്കും ഈ ഇടക്കാല ജാമ്യ അപേക്ഷയിൽ റൌസ് അവന്യൂ കോടതി വിധി പറയുക. എന്തായാലും കവിതയെ സംബന്ധിച്ചത് നിർണായകമായ ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, ഈ കവിത ഈ കേസിൽ ജാമ്യം തേടിയിട്ട് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ ഈ മാസം 20-നാണ് പരിഗണിക്കുന്നത്. ഗോകുൽ, ശരി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയ അഴിമതി കേസിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിനായി BRS നേതാവ് കെ കവിത സമീപിച്ചിരിക്കുന്നത് കോടതിയെ. മകന്റെ പരീക്ഷ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യാപേക്ഷ.